നമുക്കിന്ന് 1 കിലോ അരിയുടെ ഒരു നെയ്ച്ചോറും ഒരു 1.5 കിലോയുടെ ഒരു ചിക്കൻ കറിയും ഒന്ന് വെച്ച് നോക്കിയാലോ. അതിനുവേണ്ടി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് ഉപ്പ്, നമുക്ക് നാരങ്ങ പിഴിയാം. ചിക്കന് നല്ലപോലെ മസാലയെല്ലാം നമുക്കൊന്ന് പുരട്ടിയെടുക്കാം. മസാലയെല്ലാം നമ്മൾ നല്ലപോലെ പുരട്ടി കഴിഞ്ഞു. ഇനി നമുക്കൊരു അരമണിക്കൂറൊന്ന് ഇത് ഉപ്പും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. നമുക്ക് ചിക്കൻ വേവിക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 3 സവോള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്കൊരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂണ് മുളക് പൊടി, ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, ഗരം മസാല 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് സവോള ഇട്ട് കൂട്ടി ഇളക്കാം. 2 തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 കരിയാപ്പില ഇട്ട് കൊടുക്കാം. അടച്ചു വെക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം റെഡിയായി കഴിഞ്ഞു. നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഒരു ശകലം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഒരു ലേശം മല്ലിയില ഇട്ട് കൊടുക്കാം. നെയ്ച്ചോറിന് വേണ്ടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഏലക്ക ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട, തക്കോലം, ഗ്രാമ്പു, പെരുംജീരകം. സവോള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഒത്തിരി മൂക്കാനും വേണ്ട, ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ലേശം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ശകലം ഇട്ട് കൊടുക്കാം. ശകലം മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി 1 കപ്പ് തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കാം. നെയ്ച്ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ റൈസിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് അടച്ചു വെക്കാം. തുറന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. നമുക്കൊരു ശകലം നെയ്യ് മേലിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കാണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ശകലം മല്ലിയില ഇട്ട് കൊടുക്കാം. അടച്ചു വെക്കാം. നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്.